മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. അങ്ങനെ നമ്മൾ കുഞ്ഞാവൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. തലേ ദിവസം തന്നെ നമ്മൾ പാലക്കാട്ട് നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 9:30 ആകുമ്പോഴേക്കും റെഡി ആയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ പരസ്പരം കൊതിയെന്നുണയൊക്കെ പറഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം സമയമായിട്ടുണ്ട്. ഇന്നലെ നീ അവിടെ ഭയങ്കര ഫോട്ടോ. അപ്പൊ മണ്ഡപത്തിലെത്തിയപ്പോ ചെക്കനും കൂട്ടരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അവിടെ പുറത്ത് എല്ലാരോടും കത്തിവെച്ച് വെറുതെ ഇങ്ങനെ ഷോ ഓഫ് ഒക്കെ കാണിച്ചപ്പോഴാണ് ഒരു മുഖ്യ അതിഥിയെ നമ്മൾ അവിടെ കണ്ടത് കേട്ടോ. അത് ആരാണെന്നുള്ളത് ഇപ്പൊ കാണാം, വെയിറ്റ് ചെയ്യേ, ഇപ്പൊ കാണാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം എല്ലാവർക്കും ട്രോൾ ചെയ്യാൻ കൊടുത്തു. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ചെക്കണ്ട പരിചയമായിട്ട് ഒരു വിഭാഗത്തിലും പെടാതെ സമാധാനത്തോട് കൂടിയാണ്ട് പോണ ഒരാളാണ് ഞാൻ. എല്ലാരും എടുത്ത് ഞാൻ മാത്രം ഉണ്ടാവില്ല എന്റെ കണ്ണി പൂച്ചക്കണ്ണി അല്ലല്ലോ. ഒരു ഹായ് പറഞ്ഞേ. എനിക്ക് അന്തം വിട്ട് വരുന്നുണ്ട്. വീഡിയോ പോരെ, യൂട്യൂബിൽ എപ്പോഴും ഉണ്ടാകും. എന്തോ ഒരു തിരക്കാ. ഇതിങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. അള്ളാഹു എല്ലാം നടക്കും. ഇവിടെ നടക്കാൻ പോകുന്ന നിക്കാഹ് എന്റെ മോള് വല്ല സ്വർണ്ണക്കെട്ട. ഇതൊക്കെ ഇപ്പൊ നാട്ടിൽ സാധാരണയാണ്. തന്ത തള്ളനെ വെട്ടും, തള്ള മോനെ വെട്ടും, മോള് തന്തനെ വെട്ടും. ഇതൊക്കെ ഇപ്പൊ സാധാരണയാണ് എല്ലായിടത്തും. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ? നിക്കാഹാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. നമ്മൾ ഓരോരുത്തരെ കണ്ടു. മാക്സിമം എല്ലാവരെയും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കഹാനിത്തെ ഡ്രസ്സാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇനി റെൻറ്റിന് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പുറത്തെ റെഡ് റെൻറ്റിന് കിട്ടുമോ അറിയില്ല, ഒന്ന് നോക്കട്ടെ കേട്ടോ. കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കാം. അങ്ങനെ പെണ്ണിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കല്യാണ ചെക്കൻ്റെ വാപ്പ, അതായത് നമ്മുടെ സ്വന്തം എളാപ്പാൻ്റെയും എളാമാൻ്റെയും മകൻ്റെ കല്യാണം ആണ്. ഇത് എളാമ്മ കേട്ടോ. കുറേ പേര് അന്നൊരിക്കൽ വീഡിയോ ഇട്ടപ്പോൾ അവരറിയുന്ന കുറേ പേര് നമുക്ക് കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഭയങ്കര ക്രൗഡായി. എന്താ പറയുക, കുറേ ആൾക്കാരെ കുറേ നാൾക്ക് ശേഷം കണ്ടപ്പോഴുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മുഖത്തും വർത്തമാനത്തിലും ഒക്കെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി, ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും ചിരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നോക്കാം. അങ്ങനെ ഇളാമ്മമാരും മോനും എല്ലാവരും കൂടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ അതന്നെയല്ലേ, കുറേ ഫോട്ടോ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ടയേർഡാവില്ലേ? ഞാനൊക്കെ നല്ലോണം ടയേർഡായിട്ടോ. കാരണം എല്ലാവർക്കും വ്ളോഗിൽ ഇൻക്ലൂഡ് ആവണം. അവരെടുക്ക് നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ എടുത്തപ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ഗതിയായി. ഇനി ഫോട്ടോ എടുക്കലും ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പെണ്ണിനെയും ചെക്കനെയും സ്റ്റേജിൽ കയറ്റണം. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ മറന്നിട്ട് നല്ല വിശപ്പായിരുന്നു. മറന്നിട്ട് നല്ല സമയം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ നിന്ന് ഇതൊക്കെ
ഒക്കെ നമ്മുടെ തറവാട്ടിലെ പേരക്കുട്ടികളാണ്. അവരുടെ കുട്ടികൾക്ക് കുട്ടികളായി എന്ന് പറയാം. പേരക്കുട്ടികൾക്ക് കുട്ടികളായി എന്ന് പറയാം കേട്ടോ. ഇത് തലമൂത്ത പേരക്കുട്ടി, തലയിലൊന്നുമില്ലാന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എന്നെ ഒരു വിളിക്കുമെന്നാവും എല്ലാവരും കൂടെ. ഒക്കെ പ്രായമുണ്ടെന്ന് മേക്കപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുക കേട്ടോ. ശരിക്കും വാർദ്ധക്യായി നിങ്ങൾ സമ്മതിക്കാൻ വയ്യ. ഫാഷൻ ഇത്തിരി കൂടുണ്ട്. അല്ല എന്നൊരു ജനസംസാരം ഉണ്ടേ. പ്രായമേറിയെന്ന് വെച്ച് ഫാഷൻ യുഗത്തിലല്ലേ നമ്മളും കഴിയണേ. കാലത്തിനൊത്ത കോലം. ഞാൻ വീഡിയോ എടുക്കുന്ന രമേശിന്റെ ഇടന്നാ മരിച്ചേ? പറഞ്ഞില്ലാത്തണ്ടി. ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. എനിക്ക് ദുബായിൽ കറവുപ്പണിയായിരുന്നു. കറവുപ്പണി പശുവിനെ അല്ല, ഒട്ടകത്തിനെ. 100 കോല് പൊക്കമുള്ള ഒട്ടകത്തിനെ. ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്. ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ആരാധകരെ ശാന്തരാകുക. എങ്ങനെ വന്നോ? ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. എടുക്കേണ്ട വീഡിയോ, ഫ്രണ്ടിന്ന് എടുക്കേണ്ട വീഡിയോ ആണ്. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ.
സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹാമ്പർ കൊടുക്കുന്ന ചടങ്ങിലോട്ട് അങ്ങ് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, കുറച്ച് ചോക്ലേറ്റും ബാഗും അതും ഇത് ചപ്പൽ, ട്രോളി, ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ടുകൊടുത്ത് അവിടെ സൈഡിലോട്ട് വെക്കാനാണ് പറഞ്ഞത്. കൊണ്ടുകൊടുത്ത് നമ്മളോട് തന്നെ എടുത്തിട്ട് വരാൻ പറഞ്ഞു കേട്ടോ ക്യാമറാമാൻ. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവിടെ വയ്ക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചു. നെക്സ്റ്റ് ഞാനാണ് കൊടുത്തത്. ഇതോടുകൂടി നമ്മുടെ ഹാമ്പർ കൊടുക്കൽ ചടങ്ങ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ മഹർ കെട്ടിക്കൊടുക്കൽ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ബൈ.